ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഹമാസ് ബന്ദികളാക്കി 2 പേരെ ഇസ്രയേൽ 4 പേരെയാണെന്ന് തോന്നുന്നു ഇസ്രയേൽ മോചിപ്പിച്ചത്. ഇപ്പോൾ ഈ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ ഇസ്രയേൽ മൊത്തം തെരച്ചിൽ നടത്തുകയൊക്കെയാണെന്ന് തോന്നുന്നു. ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്നു. ഇതെപ്പോഴായിരിക്കും അവസാനിക്കുക ഇനി? അല്ല, അതെപ്പോഴും അവസാനിക്കട്ടെ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല. നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ഈ യുദ്ധം ഏറെക്കാലം നീണ്ടു നിൽക്കും. അവസാനത്തെ ഹമാസ് ഭീകരനെ പോലും ഇല്ലാതാക്കും വരെ യുദ്ധം തുടരും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, സിനുവിനോടും നമ്മുടെ പ്രേക്ഷകരോടും പറയാനുള്ള ഞെട്ടിപ്പിക്കുന്നൊരു വിവരമാണ്. ഇപ്പോൾ ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞു. റഫേലാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. ഗസ കഴിഞ്ഞു, റഫേൽ ആക്രമണം നടക്കുകയാണ്. റഫേലെ അൽ നുറൂസത്ത് എന്ന് പറയുന്ന അഭയാർത്ഥി ക്യാമ്പിലാണ് ആക്രമണം നടന്ന് 274 പേര് കൊല്ലപ്പെട്ടു. പക്ഷേ ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വേറെ വന്നിരുന്നു. ഇതിനോടനുബന്ധമായി അവിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനിടെ 3 ബന്ദികളെ രക്ഷപ്പെടുത്തി. അൽമോങ്സ് മെയർ എന്ന് പറയുന്ന 21 വയസ്സുള്ള യുവതി, അന്ത്രി കൊലോ 27 വയസ്സുള്ള യുവതി, ഷോൾമി സ്വീപ് 41 വയസ്സുകാരി, 3 പേരെ ഇസ്രയേലി സേന രക്ഷപ്പെടുത്തി. സ്വാഭാവികമെന്ന് കരുതും. ഇനി രക്ഷപ്പെടുത്തി എവിടെ നിന്നാണ് ഞാൻ പറയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രക്ഷപ്പെടുത്തിയത് ഗസയിൽ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന അൽ ജസീറ ചാനലിൻ്റെ ലേഖകൻ്റെ വീട്ടിൽ നിന്നാണ്. ഒക്ടോബർ 7 ഇസ്രയേൽ കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം പിടിച്ചുകൊണ്ടുപോയ 230 ബന്ദികളിൽ ഒക്ടോബർ 7 മുതൽ ഇന്ന് എത്ര മാസമായെന്ന് ആലോചിക്കണം. അത്രയും കാലം ഇവരെ തടവിലിട്ടിരുന്നത് ഇസ്രയേലി പട്ടാളക്കാർ ക്യാമ്പിലും തുരങ്കങ്ങളിലൊക്കെ തിരയുമ്പോൾ അവിടുത്തെ അൽ ജസീറ എന്ന് പറയുന്ന വിദേശ ചാനലിൻ്റെ ലേഖകനായ അബ്ദുള്ള അജ്മദിൻ്റെ വീട്ടിൽ, അയാളുടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയായിരുന്നു 8-9 മാസം ഈ ഇസ്രയേലി പൗരന്മാരെ. ഏതായാലും ഇസ്രയേൽ അവർ രക്ഷപ്പെടുത്തി. അബ്ദുള്ള അജ്മദിനെ ഹൂറികൾക്കൊപ്പം കേളികളാടാൻ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നിരപരാധികളെ കൊല്ലുന്നു ഇസ്രയേൽ എന്ന് പറയുമ്പോൾ അവർ ഈ കൊടും ക്രൂരതകൾക്ക് ഹമാസ് തീവ്രവാദികൾ ആരെയൊക്കെ മറയാക്കുന്നുണ്ട്. അവിടെ ജോലി ചെയ്യാൻ വന്നിരിക്കുന്ന മാധ്യമപ്രവർത്തകർ പോലും ഇവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇസ്രയേലികൾക്കെതിരെ ഇസ്രയേലി മനുഷ്യരെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ്, പങ്കാളികളാവുകയാണ് മാധ്യമപ്രവർത്തകർ പോലും. അപ്പോൾ ഇതുപോലെ അവിടെ നിൽക്കുന്ന നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, വെടിമരുന്ന് ശരീരത്തിലില്ലാത്ത ഓരോ മനുഷ്യനെയും ഞങ്ങൾ രക്ഷിക്കും. വെടിമരുന്ന് ശരീരത്തിലുണ്ടെങ്കിൽ അവനെ സ്വർഗത്തിലേക്ക് വിടും, മധ്യപ്പുഴയും 72 ഹൂറിമാരും ഒക്കെ ലോകത്തേക്ക്. അപ്പോൾ ഇവരുടെ വിശുദ്ധ യുദ്ധത്തിൻ്റെ ഭാഗമായി ലോകത്തെ അവസാനത്തെ ജൂതനെയും അവസാനിപ്പിക്കും വരെ യുദ്ധം തുടരാനാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പുസ്തകം പറയുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇസ്രയേലും പറയുന്നുണ്ട്. അതുകൊണ്ട് ജൂതൻ ഇവരുടെ പരമ്പരാഗത ശത്രുവാണ്, ലോകത്തെമ്പാടുമുള്ള തീവ്രവാദികളുടെ. അതിൻ്റെ ഭാഗമായി ഇവർ നരമേധം നടത്തിക്കൊണ്ടിരിക്കുക, മനുഷ്യരെ മറയാക്കിക്കൊണ്ടിരിക്കുക. ആശുപത്രികളുടെ അടിയിലുള്ള ബങ്കറുകളിലാണ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേൽ ആശുപത്രികൾ ആക്രമിക്കുന്നത്. ആശുപത്രിയിലാണ് ഭീകരന്മാർ ബന്ദികളെ വെച്ചിരിക്കുന്നത്, ആശുപത്രികളിലാണ് ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നത്. ഗർഭിണികളും കുട്ടികളും എന്ന് പറഞ്ഞ് കരയുന്നു, അയ്യോ ഗർഭിണിയെ കൊന്നേ, കുഞ്ഞുങ്ങളെ കൊന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഇസ്രയേലിൽ ഒക്ടോബർ 7 1500ഓളം മനുഷ്യരെ കഴുത്തറുത്ത് വെടിവെച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നു. 54ഓളം കുട്ടികളുടെ തലയറുത്തു, പച്ചയ്ക്ക് ആടിനെ വെട്ടുന്ന പോലെ കഴുത്ത് വെട്ടി, സ്ത്രീകളെ നഗ്നരാക്കി ബലാത്സംഗം ചെയ്ത് ജീപ്പിലിട്ട് കൊണ്ടുപോകുന്ന വീഡിയോകൾ നമ്മൾ കണ്ടു. ഇങ്ങനെയൊക്കെ ചെയ്തത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ പോലും പറഞ്ഞു, എം സ്വരാജിനെ പോലെയുള്ള ആൾ പറഞ്ഞു, പലസ്തീനികൾ എന്തു ചെയ്താലും, ഹമാസ് എന്തു ചെയ്താലും അതൊരു പാപമല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കാരണം ജൂതൻ ഇരയാണല്ലോ, ഇവരുടെ പരമ്പരാഗത ശത്രുവാണ്. പറയുന്നുണ്ട്, ലോകത്തെ അവസാനത്തെ ജൂതൻ ഏതോ ഒരു വിശുദ്ധ മരമുണ്ട്, ഏതോ ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കും. അപ്പോൾ ആ മരം വിളിച്ചു പറയും, എൻ്റെ പുറകിലൊരു ജൂതനുണ്ട്, നീ വന്ന് അവനെ കൊല്ലൂ എന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് പഠിപ്പിക്കുന്നത്? അങ്ങനെ ജൂതനെ വർഗശത്രുവായി കാണുന്ന ആളുകൾക്ക് ഒത്താശ പാടുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ അവർ അറിയുന്നില്ല. അൽ ജസീറ ഇപ്പോൾ അവിടെ നിരോധിച്ചു, അവർ പ്രവർത്തനമൊക്കെ നിർത്തി വെച്ചിരിക്കുക. പക്ഷേ അൽ ജസീറയുടെ ലേഖനം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് നമുക്ക് ഈ ക്യാമറ സൂം ചെയ്ത് പാൻ ചെയ്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇന്ത്യയിലേക്ക് വരാം.
ഇന്ത്യയിൽ കാശ്മീരിലേക്ക് പോകാം. കാശ്മീരിൽ ദ കാശ്മീർ വാല എന്ന് പറയുന്ന ന്യൂസ് പോർട്ടൽ ഉണ്ടായിരുന്നു. ഈ ന്യൂസ് പോർട്ടലിന് വേണ്ടി വലിയ തോതിൽ പണം വരുമായിരുന്നു. ഈ കിട്ടുന്ന പണം നമ്മൾ ഇന്ന് പറയുമ്പോൾ ഇന്ന് വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോയ തീർത്ഥാടകരെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു. അമർനാഥ് തീർത്ഥയാത്ര ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ കാശ്മീരിൽ പുതിയ സർക്കാർ വന്നു. 6 മാസത്തിനകം കാശ്മീരിൽ സെപ്റ്റംബറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാശ്മീരിൽ സമാധാനപരമായിട്ട് 40% ഉണ്ടായിരുന്ന 59% ആളുകൾ വോട്ട് ചെയ്ത് കാശ്മീർ ലോകത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന അടുത്ത 3-4 വർഷത്തേക്ക് കാശ്മീരിൽ ഹോട്ടൽ മുറിവുകളും കിട്ടാനില്ല. അതുപോലെ ഒരു വലിയ ഹോട്ട് ഡെസ്റ്റിനേഷനായി ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്താണ് അമർനാഥ് തീർത്ഥാടനം അടക്കമുള്ള തീർത്ഥാടനങ്ങൾ ആരംഭിക്കാനിരിക്കുമ്പോൾ വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്ക് പോയ തീർത്ഥാടകരുടെ ബസ് ആക്രമിച്ച് വെടിവെച്ച് ആ വണ്ടി കൊക്കയിൽ വീണ് കുറേ നിരപരാധികൾ മരിച്ചു. സാഹചര്യം കലുഷിതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന് വലിയ ക്ഷീണമുണ്ട്. അവിടെ സമാധാനം മോദി വീണ്ടും വന്നു. തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ക്ഷണിച്ചു. ഷെയ്ഖ് ഹസീന മാലിയിൽ പ്രസിഡന്റിനെ പോലും ക്ഷണിച്ചു. പാകിസ്ഥാനിൽ ക്ഷണിച്ചില്ല. അപ്പോൾ അതിനൊക്കെ പാക് ഭീകരന്മാർ കൊടുത്തൊരു മറുപടിയാണ് കാശ്മീരിൽ കണ്ടത്. പക്ഷെ അങ്ങനെയുള്ള കാശ്മീരിൽ ഇവർക്ക് എങ്ങനെയാണ് ഫണ്ട് വരുന്നത്? അതാണ് ഞാൻ എന്താ കാശ്മീർ വാലയുടെ പറഞ്ഞത്. കാശ്മീർ വാലയുടെ നടത്തിപ്പുകാരനായ ഫഹദ് ഷാ NIA കേസിൽ UAPA ചുമത്തി ജയിലിലാണ്. നടത്തിപ്പുകാർ കാശ്മീർ വാലയ്ക്ക് ഫണ്ട് വരുന്നു. ഈ ഫണ്ടായിരുന്നു തീവ്രവാദികൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ ചട്ടക്കൂട ചൊല്ലിയിട്ടു. അവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ എന്തൊക്കെയോ സ്ഥാപനങ്ങളുണ്ട് ഡൽഹിയിൽ. അവരൊക്കെ പ്രതിഷേധ മാർച്ചുകൾ നടത്തി. ഡിജി പബ് ഡൽഹിയിൽ വലിയ പ്രതിഷേധം ഉയർത്തി. എന്തിനാണ്? തീവ്രവാദികളെ സഹായിക്കാൻ ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഈ ഫഹദ് ഷായെ അറസ്റ്റ് ചെയ്ത് UAPA ചുമത്തി അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ആലോചിക്കുകയാണ് നമ്മുടെ സിദ്ദിഖാപ്പൻ്റെ കാര്യം. സിദ്ദിഖാപ്പൻ്റെ പേരിൽ ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകർ കേരളത്തിലാക്കി. സിദ്ദിഖാപ്പൻ്റെ കൂടെ പിടിയിലായ എല്ലാവരും കൊടും തീവ്രവാദ പശ്ചാത്തലമുള്ളവരാണ്. അവരുടെ കൺഫെഷനുണ്ട്, അവർക്കെതിരെ ചാർജ് വന്നിട്ടുണ്ട്. ഇത്രയും കൊടും ഭീകരന്മാരുടെ കൂട്ടത്തിൽ എന്തിനാണ് ഒരു മാധ്യമ പ്രവർത്തകൻ സഞ്ചരിച്ചത്? കാറി കയറിപ്പോയി ഒപ്പം. അത് വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരവില്ല. അതുകൊണ്ട് സിദ്ദിഖാപ്പൻ പാവാട എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? സിദ്ദിഖാപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിടിക്കപ്പെട്ട പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റപത്രത്തിലെ ചാർജുകളൊന്നും കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്തയാവത്തില്ല. കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്തയല്ല. കാരണം അതെല്ലാം അവർ തമസ്കരിക്കും. കാരണം സ്വാഭാവികമായും 15 കള്ളന്മാരുടെ കൂടെ കൊള്ളക്കാരുടെ കൂടെ ഞാൻ അങ്ങ് അവരുമായിട്ട് ചങ്ങാത്തം ഉണ്ടായി അടുത്ത സുഹൃത്തുക്കളായി പോയി എന്ന് പറഞ്ഞാൽ ആരും കേൾക്കുന്ന ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് കാപ്പൻ്റെ കൂടെ പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, തെളിവുകൾ, അവരുടെ ഡോക്യുമെൻറ്റ്സുകൾ, കോൾ റെക്കോർഡ്സ്, ഇതൊക്കെ ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ഇതൊക്കെ NIA അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും വാർത്തയാകത്തില്ല. അവർക്ക് ഏത് വകുപ്പുകൾ അനുസരിച്ചാണ് ഇവർക്കെതിരെ കേസെടുത്തൊന്നും പറയത്തില്ല. ഇവരെല്ലാം NIA കേസിൽ പ്രതികളായി കിടക്കുകയാണ്. കാപ്പൻ മാത്രമാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത്. കാപ്പൻ്റെ കൂട്ടുപ്രതികൾ എന്തൊക്കെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഒരൊറ്റ വാർത്തയും മലയാളത്തിൽ ഒരു മാധ്യമവും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ ഇസ്രയേലി പൗരന്മാർക്കെതിരെ ഗസയിൽ റഫയിൽ ഒരു മാധ്യമത്തിൻ്റെ ലേഖനം, അൽ ജസീറയുടെ ലേഖനായ അബ്ദുള്ള അജ്മൽ എന്തു ചെയ്തോ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇന്ത്യയിൽ ചില ആളുകൾ ചെയ്തത്. നമ്മളൊന്ന് ആലോചിക്കുമോ? മനുഷ്യൻ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. 100-300 ദിവസമായി. വീടും നാടുമില്ല. കൂടെയുള്ള പലരും മരിച്ചു. ഉറ്റവരെയും ബന്ധുക്കളെയും കാണാതെ, എപ്പോൾ കൊല്ലപ്പെടുമെന്നറിയാതെ, നരകയാതെ ഓരോ ദിവസവും വെന്തുരുകി ജീവിക്കുകയാണ് 100-130ഓളം മനുഷ്യർ. അതിൽ കുഞ്ഞുങ്ങളുണ്ട്, ഗർഭിണികളുണ്ട്, ഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഭൂരിപക്ഷവും ഒരു മനഃപൂർവ്വം തന്നെ സ്ത്രീകളെ പിടിച്ചോണ്ട് പോയത്. ഒന്ന് പിടിച്ചോണ്ട് പോകാൻ എളുപ്പമാണ്, ദുർബലരാണ്. 2 സ്ത്രീകളെ കൊണ്ടുപോയാൽ വേറെയും പല ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി അതാണല്ലോ. അതുകൊണ്ടാണ് സ്ത്രീകളെ കൊണ്ടുപോയത്. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയ സ്ത്രീയെ ഒരു മാധ്യമ പ്രവർത്തകൻ ഒളിപ്പിച്ച് താമസിപ്പിച്ചത്, അല്ലെങ്കിൽ ഹമാസിന് വേണ്ടി ബന്ദിയാക്കി വെച്ചത് സ്വന്തം വീട്ടിലാണെന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തനം എത്രമാത്രം നികൃഷ്ടമായി മാറിയിരിക്കുന്നു എന്ന് ആലോചിക്കൂ. അതിൻ്റെ ഒരു മിനി പതിപ്പായി ഇന്ത്യയിലെ ചില മാധ്യമപ്രവർത്തകരും മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് കാശ്മീർ വാല പോർട്ടലിൻ്റെ ഫഹദ് ഷാ ജയിലിലായത്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ആലോചിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരാണ്. നമ്മളേതെങ്കിലും ഒരു തീവ്രവാദ ഗ്രൂപ്പ് പിടിച്ചുകൊണ്ട് വന്ന ബന്ദികളെ സിനുവോ ഞാനോ എൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കില്ല, ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. കാരണം മതമാണ് കാരണം. അവൻ്റെ വിശ്വാസത്തിന് വേണ്ടി ചെയ്യുകയാണ്. അവൻ്റെ പ്രൊഫഷൻ്റെ എത്തിക്സ് അല്ല, അവൻ്റെ മതം അല്ലേ. അങ്ങനെ അവൻ്റെ മതത്തിന് വേണ്ടി, അവൻ്റെ വിശ്വാസത്തിന് വേണ്ടി ഇതര മതസ്ഥരെ കൊല്ലാൻ പോലും മനസ്സില്ലാത്ത മാധ്യമപ്രവർത്തകർ ഇന്ത്യയിലും ഉണ്ടായി വരുന്നു. അതുകൊണ്ടാണല്ലോ തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്നത്. തൻ്റെ പോർട്ടലിൻ്റെ പേരിൽ വരുന്ന
കോടിക്കണക്കിന് രൂപ പോർട്ടലിനുള്ളതല്ല ഒരു നിശ്ചിത വിഹിതം എടുത്തിട്ട് ബാക്കി തീവ്രവാദികൾക്ക് കൊടുക്കുന്നു. കൊല്ലാൻ വേണ്ടി നമ്മുടെ നാട്ടിലും മാധ്യമപ്രവർത്തകർ ചെയ്യുന്നു. അത് കേരളത്തിൽ കൊല്ലാൻ വേണ്ടി ആ ലെവലിലേക്ക് വന്നിട്ടില്ല. കാപ്പറ്റ കേസിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കോടതി തീരുമാനിക്കട്ടെ, അവസാന വിധി വരുന്നത് നമുക്ക് കാത്തിരിക്കും. പക്ഷേ ഈ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ. വ്യാജ വാർത്തകൾ കൊടുത്ത്, അല്ലേ, ശരിയായ വാർത്തകൾ പറയാതെ. നമ്മളിത് പറയുമ്പോഴും ഇന്നും 4-5 ദിവസം കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നത് 4-ാം തീയതിയാണ്. ഇന്ന് 10-ാം തീയതിയായി. 5-ാം തീയതി മുതൽ ദില്ലിയിലും ബാംഗ്ലൂരിലും ലക്നൌവിലും ഒക്കെ പാവപ്പെട്ട സ്ത്രീകൾ രാഹുൽ ഗാന്ധി ഒപ്പിട്ട് കൊടുത്ത ബോണ്ടും പ്രൊമിസറി നോട്ടുമായി, രാഹുലിൻ്റെ സ്ഥാനാർത്ഥികൾ ഒപ്പിട്ട ബോണ്ടും പ്രൊമിസറി നോട്ടുമായി 1 ലക്ഷം രൂപ കൊടുക്കും ഞാൻ ജയിച്ചാൽ എന്ന് എഴുതി കൊടുത്ത കടലാസും ബോണ്ടുകളുമായി കോൺഗ്രസ് ഓഫീസിൽ കയറി ഇറങ്ങി. പൈസ കിട്ടുന്നത് അത് നമ്മുടെ മലയാളത്തിലെ ഒരു പത്രവും ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ 2-3 വീഡിയോ ചെയ്തു. അപ്പോൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ കൊടും ഭീകരന്മാരായി മാറുന്ന ഒരു കാലത്താണ് നമ്മളിത് കാണുന്നത്. അതുകൊണ്ട് റഫ മാത്രമല്ല, പൂർണ്ണമായും ഗസ കഴിഞ്ഞു, റഫ കഴിഞ്ഞു, ഇസ്രയേൽ പലസ്തീനെ ആകെ വെളുപ്പിച്ചെടുത്തിട്ട് യുദ്ധം അവസാനിപ്പിക്കൂ. യുദ്ധം തുടങ്ങി വെച്ചത് അവരാണ്. നോക്കൂ, ലോകത്തെല്ലാവരും പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ആ ബന്ദികളെ അങ്ങ് വിട്ടുകൊടുക്കൂ, എന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറയാൻ ഒരു മനുഷ്യാവകാശ തെമ്മാടിയും ഈ ലോകത്തില്ല. അവർക്കെല്ലാം ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഭീകരരുടെ ചോരയ്ക്ക് വേണ്ടി കണക്ക് പറയൽ മാത്രമേ ഉള്ളൂ. ഈ ഹമാസ് ബന്ദികളെ നിങ്ങളങ്ങ് വിട്ടുകൊടുക്കും, എങ്കിലും യുദ്ധം ഒരു പരിധി. അതെ, ഞങ്ങൾ ബന്ദികളെ വിട്ടുതരാം, യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയാൻ ഹമാസ് തയ്യാറല്ല. ഹമാസിനോട് ആവശ്യപ്പെടാൻ ആരുമില്ല. ഇവിടുത്തെ SFI മുതൽ DYFI മുതൽ CPM മുതൽ സമസ്തയോ കിബസ്തി ആരെങ്കിലും ആവട്ടെ, മനുഷ്യൻ്റെ ജീവൻ എല്ലായിടത്തും ഒരേ വിലയല്ലേ സാർ? പലസ്തീനി ആവട്ടെ, ഇസ്രയേലി ആവട്ടെ, എല്ലാം മനുഷ്യനല്ലേ? നിങ്ങളെന്തിനാണ് മതത്തിൻ്റെ പേരിൽ ഇസ്രയേലി ആയതുകൊണ്ട്, ജൂതനായതുകൊണ്ട് അവൻ്റെ ജീവന് വിലയില്ല, മുസ്ലിമിൻ്റെ ജീവന് മാത്രമേ വിലയുള്ളൂ എന്ന് പറയുന്നതിനാ? എല്ലാം മനുഷ്യരാണ്, എല്ലാവരുടെയും സ്ഥിരകളിൽ ഓടുന്നത് ചോരയാണെന്ന് നിങ്ങളൊക്കെ പറയാറുണ്ട് അല്ലേ ഇടതുപക്ഷം? അപ്പോൾ ഇസ്രയേലിൻ്റെ ഞരമ്പുകളിൽ ഓടുന്ന ചോരയല്ലേ? അപ്പോൾ ഉത്തരവാദിത്വം പ്രധാനമായല്ല, ഏക ഉത്തരവാദി പലസ്തീനാണ്, ഹമാസാണ്, ഭീകരവാദമാണ്. അതിന് മറുപടി കൊടുക്കാതെ, അത് അവസാനിപ്പിക്കാതെ ഇസ്രയേൽ യുദ്ധം നിർത്തില്ല. അതുകൊണ്ട് ടെൻറ്റുകളിൽ മരിച്ചു സങ്കടമുണ്ട്. പക്ഷെ മരണം അവർ വിലയ്ക്ക് വാങ്ങിയതാണ്. ഇസ്രയേൽ ഈ യുദ്ധം നിർത്തില്ല, അതാര് വിചാരിച്ചാലും നിർത്തില്ല. അവസാനത്തെ ഭീകരവാദിയും കൊന്നേ അവരടങ്ങും. ഇത് പ്രഖ്യാപിത ലക്ഷ്യമാണ്. പക്ഷേ അതിനിടയ്ക്ക് മാധ്യമപ്രവർത്തകർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നതുകൂടി നമുക്ക് പറയാതെ വയ്യ എന്ന് പറയുന്നവർ പറയാത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.